നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ തന്നെ കണ്ടു തീർത്തതുപോലെ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മീറ്റ് മൈ ടീം അല്ലെങ്കിൽ അവർ ടീം തുടങ്ങിയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സ്ലൈഡ് പവർ പോയിന്റിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇത്തരത്തിൽ ഇന്ററാക്റ്റീവായി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ പ്രസന്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ഗൗരവം വരികയും അവർക്ക് ഒരല്പം കൂടെ ഒരു സ്ഥാനം നമ്മുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്നത് പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ വിധത്തില് നമുക്ക് എങ്ങനെയാണ് ഒരു പവർ പോയിന്റ് സ്ലൈഡ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്ലാങ്ക് പ്രസന്റേഷൻ. ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ടീം പിക്ചർ ആഡ് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ഫോട്ടോയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഈ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തു. ഇത് സ്ലൈഡ് നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കാം. ഇവിടെ നമ്മൾ ഷേപ്പിൽ വന്നതിന് ശേഷം ഈ ഡോണറ്റ് ഹോളോ എന്ന് പറയുന്ന ഈ സർക്കിള് നമ്മൾ എടുക്കുകയാണ്. ശേഷം നമ്മൾ ആ സർക്കിള് ഇതിൽ ഫുള്ള് കവർ ചെയ്ത് വരാൻ പാകത്തിന് ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നു. മാക്സിമം വലുതാക്കിയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള യെല്ലോ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം നമുക്ക് കുറച്ച് വയ്ക്കുവാൻ സാധിക്കും. ഇനി ഷേപ്പ് ഔട്ട്ലൈൻ നമുക്ക് നോ ഔട്ട്ലൈൻ ആയിട്ടും ഷേപ്പ് ഫില്ല് നമുക്ക് കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള കളറും അതിൻ്റെ മോർ ഓപ്ഷനിൽ വന്ന് ട്രാൻസ്പെറൻസി നമുക്കൊരു 25% ആയിട്ടും വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കാം. ഇവിടെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റിൻ്റെ കളറൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എഫക്റ്റിൽ നിന്നൊരു ഷാഡോ എഫക്റ്റ് കൂടെ നമുക്ക് നൽകാം. ശരി. ശേഷം രണ്ടാമത്തെ സ്ലൈഡിൽ വന്ന് നമുക്ക് ഈ യെല്ലോ സർക്കിള് ഒരല്പം ഒന്ന് കൂട്ടിയതിന് ശേഷം ഇതിലെ ഫസ്റ്റ് പേഴ്സൺ അതിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. ശരി, ഇത്രയും മതി. ഇനി ഷേപ്പിൽ നിന്ന് നമുക്ക് ലൈൻ ടൂളിൽ എൽബോ എടുത്ത് ഇവിടെ ഒരു എൽബോ വരയ്ക്കുക. നമുക്കതൊന്ന് ഷേപ്പ് കളറ് നമുക്കത് വൈറ്റ് ആയിട്ടും അതിൻ്റെ വിഡ്ത്ത് നമുക്കൊരല്പം കൂട്ടാം. വെയിറ്റ് കൂട്ടി വയ്ക്കാം. നമുക്ക് ഇവിടെ നമുക്ക് റൗണ്ടഡ് കോർണർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ കൂടെ എടുത്ത് ഇവിടെ ഒരു ഷേപ്പ് കൂടെ നമുക്ക് വരയ്ക്കാം. അതിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് കുറച്ച് വയ്ക്കാം. 75% ആയിട്ട് വയ്ക്കാം. അതിൻ്റെ കളറ് നമുക്ക് വൈറ്റ്. ഔട്ട്ലൈൻ കളറ് നമുക്കൊരു
വൈറ്റ് തന്നെ കൊടുക്കാം. ഇത്രയുമായി. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഇത്രയ്ക്ക് ആയി. ഇനി നമുക്ക് ഈ ആരോയും ഈ ഷേപ്പും സെലക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അനിമേഷനിൽ നിന്ന് വൈപ്പ് എഫക്റ്റ് ഫ്രം ലെഫ്റ്റ്. ഈ സെക്കൻഡ് സ്ലൈഡിൽ നമുക്ക് ട്രാൻസിഷനിൽ നിന്ന് ഒരു മോർഫ് എഫക്റ്റ് കൂടെ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്ലൈഡ് വന്നു. നമുക്കിവിടെ ഒരല്പം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഇവിടേക്ക് ഈ അനിമേഷനിൽ നമുക്ക് വിത്ത് പ്രീവിയസ് കൊടുക്കാം. അനിമേഷൻ പാനലിൽ നിന്ന് നമുക്ക് അതിൻ്റെ ടൈമിംഗ് വെരി ഫാസ്റ്റ് കിടക്കുന്നത് ഫാസ്റ്റായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സ്ലൈഡ് കോപ്പി ചെയ്യുന്നു. നമ്മൾ ഈ സർക്കിൾ എടുത്ത് അടുത്ത ആളുടെ മുഖത്ത് വരാൻ പാകത്തിന് വയ്ക്കുന്നു. ഇനി നമുക്കിത് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് പോകാം. ഇവിടെ മാത്രം നമുക്ക് ഈ ആരോ എടുത്ത് നമുക്ക് ഈ ആരോ ഒന്ന് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അനിമേഷനും നമുക്ക് അതിനനുസരിച്ചൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഫ്രം റൈറ്റ് ആക്കേണ്ടതുണ്ട്. ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഇമേജ് മാറ്റുന്നു. നീക്കി വെച്ചു. വീണ്ടും നമ്മൾ സ്ലൈഡ് കോപ്പി ചെയ്യുന്നു. വീണ്ടും സ്ലൈഡ് കോപ്പി ചെയ്തു. നമ്മൾ അടുത്ത ആളുടെ മുഖത്തേക്ക് വെച്ചു. അത് നീക്കി വെച്ചു. ലാസ്റ്റ് നമുക്ക് ഇവിടെയാണ് വരേണ്ടത്. ലാസ്റ്റ് കളർ
ഒരു സ്ലൈഡ് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് മാക്സിമം നമ്മൾ തുറന്ന് വയ്ക്കണം. മാത്രമല്ല നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കോപ്പി ചെയ്ത് നമുക്ക് ലാസ്റ്റ് സ്ലൈഡിലേക്കും ഇടാം. ഫോണ്ട് സൈസ് നമുക്കൊരല്പം കുറയ്ക്കാം. We are the team. ഇതിൻ്റെ ഫോണ്ട് കളറ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്കിത് തുടക്കം മുതൽക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫസ്റ്റ് സ്ലൈഡ് ഇട്ടു. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്? ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള തുടർന്നുമുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.